കുവൈറ്റിൽ അപൂർവേനം മണൽപൂച്ചയെ കണ്ടെത്തി. എന്താണ് മണൽപൂച്ചകൾ നോക്കാം. ഓമനത്തം തുളുമ്പുന്ന മുഖം, പക്ഷേ അപകടകാരികൾ. ഇത്തരം പൂച്ചകൾ മനുഷ്യരോട് ഇണങ്ങില്ല, തീവ്ര ആക്രമണ സ്വഭാവമുള്ളതുമാണ്. കുവൈറ്റിലെ മരുഭൂമിയിൽ കണ്ടെത്തിയ അപൂർവേനം മണൽപൂച്ചയെക്കുറിച്ചുള്ള എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ സൊസൈറ്റിയുടെ നിരീക്ഷണം ഇങ്ങനെയാണ്. കുവൈറ്റിലെ പക്ഷി സംരക്ഷണ ടീമംഗമായ തലാൽ അൽ മുവൈസ്രിയാണ് മണൽപൂച്ചയെ കണ്ടെത്തിയത്. ഈ ജീവി മരുഭൂമിയുടെ പ്രതീകവും ജൈവ വൈവിധ്യത്തിന്റെ സാക്ഷിയുമാണെന്ന് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ സൊസൈറ്റി അഭിപ്രായപ്പെടുന്നു. മണൽപൂച്ച വളരെ ജാഗ്രതയുള്ള ഒരു ജീവിയാണ്. ഇതിന്റെ സ്വഭാവത്തെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാതെ അതിനെ ട്രാക്ക് ചെയ്യാനോ നിരീക്ഷിക്കാനോ പ്രയാസമാണ്. വീടുകളിൽ വളർത്തുന്ന പൂച്ചകളെ പോലെ ഓമനത്വം തുളുമ്പുന്ന മുഖമാണ് മണൽപൂച്ചകൾക്കുമുള്ളത്. എന്നാൽ തീവ്ര ആക്രമണ സ്വഭാവമുള്ള വന്യജീവികളുടെ ഗണത്തിലാണ് ഇവ ഉൾപ്പെടുന്നത്. മാംസഭുക്കുകളായ ഇവ മനുഷ്യരോട് ഒട്ടും ഇണങ്ങില്ലെന്നും എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ സൊസൈറ്റി വ്യക്തമാക്കുന്നു. എതിരെ വരുന്നവരെ കടിച്ചു പരിക്കേൽപ്പിക്കുന്ന തരത്തിൽ ആക്രമിക്കും. മതാനുജ് എന്നറിയപ്പെടുന്ന മണലുള്ളതും ചരൽ നിറഞ്ഞതുമായ പ്രദേശങ്ങളിലാണ് ഈ ജീവികളുടെ ഇഷ്ടവാസ സ്ഥലം. റംദ്, അർഫജ് തുടങ്ങിയ കുറ്റിച്ചെടികളുള്ള ചില പ്രദേശങ്ങളിലും ഇവയെ കാണാൻ കഴിയും. അപൂർവേനം പൂച്ചയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ഗവേഷണങ്ങളും പാരിസ്ഥിതിക നിരീക്ഷണങ്ങളും നടത്തേണ്ടതുണ്ടെന്നാണ് സൊസൈറ്റിയുടെ നിരീക്ഷണം. മണൽപൂച്ചകളെ സംരക്ഷിക്കുന്നതിന് സമൂഹത്തിൽ അവബോധം വളർത്തുന്നതിനൊപ്പം ഗവേഷണങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കുമുള്ള പിന്തുണയും ആവശ്യമാണെന്ന് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ സൊസൈറ്റി അഭിപ്രായപ്പെടുന്നു.